UDFിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ബിനു പുളിക്കക്കണ്ടവും അതായത് ഈ പുളിക്കക്കണ്ട ഫാമിലി മത്സരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം ഇവർ മത്സരിക്കുന്ന ഈ 3 വാർഡുകളിൽ UDF സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുമുണ്ടായിരുന്നില്ല. അങ്ങനെ UDFിന്റെ സ്ഥാനാർത്ഥികളില്ലാതെ UDFിന്റെ പരിപൂർണമായ പിന്തുണ ഈ പുളിക്കക്കണ്ട ഫാമിലിക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷവും ഇലക്ഷന്റെ റിസൾട്ട് വന്നിട്ട് 12 ദിവസം എടുത്തു ഈ പുളിക്കക്കണ്ട ഫാമിലിക്ക് UDFിനാണ് തങ്ങളുടെ പിന്തുണ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലായിൽ നടന്നിട്ടുള്ളത് കൃത്യമായ രാഷ്ട്രീയ വിലപേശലാണ്. ആ രാഷ്ട്രീയ വിലപേശലിനൊടുവിൽ കോൺഗ്രസും UDFും പുളിക്കക്കണ്ടം ഫാമിലിക്ക് മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. പല പ്രാവശ്യം ഈ 12 ദിവസങ്ങളിൽ പല ദിവസവും കാവിക്കളസം അണിഞ്ഞ് നടക്കുന്ന പാലാ MLA മാണി സി കാപ്പൻ പുളിക്കക്കണ്ടം ബ്രദേഴ്സിന്റെ വീട്ടിൽ ചെന്നുവെങ്കിലും ആട്ടിപ്പുറത്താക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ഒരു മറുപടിയും കൊടുത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരമാണ്, അതായത് മാണി സി കാപ്പന്റെ നിർബന്ധപ്രകാരമാണ് ഈ പുളിക്കക്കണ്ട ഫാമിലി അവിടെ മത്സരിച്ചത് തന്നെ. കാരണം ഇവർ തമ്മിലുള്ള കച്ചവടം എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.